നമസ്കാരം. വടക്കൻ കേരളത്തിലെ വേറിട്ട കാഴ്ചകളുടെ വിസ്മയ ലോകത്തേക്ക്, നേർക്കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ നീലേശ്വരത്തിന് ഒരു ചിത്രകാരനുണ്ട്, ഏറംപുറം മുഹമ്മദ്. ചിത്രകല ശാസ്ത്രീയമായി പഠിക്കാത്ത മുഹമ്മദിക്ക വരച്ചുകൂട്ടിയത് 700-ലധികം ചിത്രങ്ങൾ. അതിൽ പലതും പോർട്രേറ്റ് ചിത്രങ്ങളാണ്. ഏറംപുറം മുഹമ്മദ് എന്ന വരകളുടെ വിസ്മയമായ ചിത്രകാരൻ്റെ ചിത്രവിശേഷങ്ങളിലേക്ക് നേർക്കാഴ്ചയുടെ ക്യാമറയുമായി നമ്മൾ കടന്നു ചെല്ലുന്നു. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന നീലേശ്വരത്തെ കോട്ടപ്പുറത്താണ് ഏറംപുറം മുഹമ്മദ് എന്ന ഈ കലാകാരൻ്റെ ബാല്യകാലം. ചിരട്ടക്കരിയിൽ ചുമരിൽ ചിത്രങ്ങൾ വരച്ചു കൂട്ടിയ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ. വരച്ചു തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ വരയുടെ ലോകത്തു നിന്നും വിടവാങ്ങേണ്ടി വന്ന, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ സംഭവം. ചെറിയ കുട്ടിപ്രായം മുതലേ എനിക്ക് ചിത്രകലയോട് വലിയ താല്പര്യമായിരുന്നു. ഏത് ചിത്രം എവിടെ കണ്ടാലും എത്രയോ സമയം അത് നോക്കി നിൽക്കും. അത് എങ്ങനെ വരച്ച്, എന്തൊക്കെയാണ്, ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് എങ്ങനെ വരച്ചെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കും. പിന്നെ വരക്കാൻ നോക്കുമ്പോൾ ചായം കിട്ടൂല, ബ്രഷ് കിട്ടൂല, പെന്ന് കിട്ടൂല, ഒന്നുമില്ല. ഒരു കഷ്ണം സ്ലേറ്റും കൊണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകുന്നുണ്ടായത്. അത് പാറ്റനെയും തുമ്പിനെയും ഇതൊക്കെ പിടിച്ചിട്ടൊക്കെ പൊട്ടിയിട്ട് പകുതിയുണ്ടാവും. അങ്ങനെ ഈ വരക്കേണ്ട താല്പര്യം കൂടുതലുണ്ട്. ചുമരുകളിലൊക്കെ ഞാൻ എന്താക്കും, കരി കൊണ്ട് ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. വലിയ ചിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കാർട്ടൂൺ മാത്രമേയുള്ള ചിത്രങ്ങൾ വരക്കും. അത് അന്ന് MGR, വീരപ്പൻ, MN നമ്പ്യാർ ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വാൾ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ചിത്രങ്ങളായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് ചുമരിന്. ഈ ചുമരിന് ചിത്രങ്ങൾ വരച്ച് കുറേ ചീത്തയും പറയുന്നത് കേട്ട് കുറേ അടിയിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഈ എവിടെയും വരക്കാൻ, എവിടെയെങ്കിലും ഇരുന്നാലും വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ചിത്രങ്ങൾ വരച്ചു. ആ ചിത്രങ്ങളൊക്കെ വീട്ടിൻ്റെ ചുമരിൽ തൂക്കിയിട്ട് ഒരു പ്രാവശ്യം അമ്മാവൻ, അങ്ങനെ ചിത്രങ്ങൾ കാണുന്നവരൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്, നന്നാവും, ഇനി നന്നായിട്ട് വരക്കണം, അങ്ങനെയെന്നൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മാവൻ ജമാഅത്ത് പ്രസിഡൻ്റായിരുന്നു. മൂപ്പറ കൂടെ വലിയൊരു തലയിക്കെട്ട്, പച്ച തലയിക്കെട്ടും തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ട് ഒരാൾ വന്ന് അയാൾ പറഞ്ഞ്, അയാളിങ്ങനെ പുറകിൽ കൈയും കെട്ടിയിട്ട് ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ അമ്മാവനുണ്ടായതുകൊണ്ട് മുമ്പിൽ വരില്ല, ഞാൻ വാതിലിൻ്റെ പുറകിൽ അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ അമ്മാവനോട് ചോദിച്ചു, ഇതാര് വരച്ചേ? അത് എൻ്റെ പെങ്ങളെ മോനാണ്, അവൻ വരച്ച ചിത്രം, ചെക്കൻ വരച്ച. അവനെ ഇങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഞാൻ വലിയ ആളെ മാതിരി പോയി നഞ്ഞും വിളർത്തിയിട്ട് പോയിട്ട് നിന്ന്, ഇതാര് വരച്ച്? ഞാൻ വരച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, പാടില്ല, ഇത് നിഷിദ്ധാണ്, ഇത് ഹറാമാണ്, നമുക്ക് പറ്റില്ല എന്ന്. നമുക്ക് വരക്കാൻ പാടില്ല, ഇത് ഹറാമാണ്, മോനിനി മുതൽ വരക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ദൈവം തന്ന കഴിവ്, ദൈവം തന്നെ വരക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ദൈവത്തിന് ആവശ്യമില്ല, അപ്പറയുന്ന ദൈവത്തിന് എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈശ്വരവിശ്വാസിയാണ്, എല്ലാമാണ്. പക്ഷെ ഒരു ദൈവം ഒരിക്കലും അത് ഒരു കഴിവ് കൊടുത്തിട്ട് വേണ്ടാന്ന് വെക്കൂലല്ലോ. അതായത് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ കൂടിയാണ് ഞാൻ ഈ ചിത്രകലയിലേക്ക് വന്നത്. ചിത്രം വരക്കുന്നത് വിലക്കപ്പെട്ടതോടെ ഏറംപുറം മുഹമ്മദിൻ്റെ ചിന്തകൾ മുഴുവൻ കളിയിലേക്കായി. കാൽപന്ത് കളി ആവേശമാക്കി മാറ്റിയ ആ കൗമാരകാലം. അവിഭക്ത കണ്ണൂർ ജില്ലാ ടീമിൻ്റെ ഗോൾ കീപ്പറായി കളിക്കളങ്ങളിലെ ആവേശമായി ആരവങ്ങളിൽ ആനന്ദം കണ്ടെത്തി നടന്ന ആ കാലത്തെക്കുറിച്ച്.
വരയിൽ വിലക്കേർപ്പെട്ടതിന് ശേഷം ഞാൻ മുഴുവൻ സമയവും ഫുട്ബോളിലേക്ക് മാറി, കളിയിലേക്ക്. ഊണിലും ഉറക്കലും വെറും ഫുട്ബോൾ മാത്രമായി. എപ്പോഴും ഈ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം മുഴുവനും ഫുട്ബോളിൻ്റെ നാടായിരുന്നു. കുഞ്ഞു കുട്ടി മുതൽ പ്രായമായവരെ ഫുട്ബോളിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു നാട് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരായിരുന്നു. പാതിരാത്രി നിങ്ങൾ ലാസ്റ്റ് ഷോ സിനിമയെല്ലാം കഴിഞ്ഞ് വന്നാലും കോട്ടപ്പുറത്ത് നിന്ന് ആരെങ്കിലും പന്ത് കെട്ടി കളിക്കുന്നത്, നിലാവെളിച്ചത്തിൽ പന്ത് കെട്ടി കളിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു നാടായിരുന്നു. അപ്പോൾ എൻ്റെ ഊണിലും ഉറക്കലും എൻ്റെ ഭക്ഷണവും എൻ്റെ വായുവും എല്ലാം ഫുട്ബോൾ തന്നെയായിരുന്നു. അങ്ങനെ കളിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുവിധം സ്ഥലങ്ങളിലേക്ക് സെവൻസ് ഫുട്ബോളിലെല്ലാം സജീവമായിട്ട് കളിച്ച് അങ്ങനെയാണ് ഞാൻ അന്ന് അപയോക്ത കണ്ണൂരിൻ്റെ ഡിസ്ട്രിക്ട് ഗോൾ കീപ്പറായിട്ട് മാറിയത്. ഡിസ്ട്രിക്റ്റിൻ്റെ ഗോൾ കീപ്പറായതിനു ശേഷം ഞാൻ പല സ്ഥലങ്ങളിലും കളിക്കാൻ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. അവിടുന്ന് പിന്നെ ഈ പ്രവാസം തുടങ്ങിയപ്പം, നാട് വിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ സെക്കന്ദരാബാദിൽ പോയി. AOC സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മിലിറ്ററി ഇതുണ്ട് സെക്കന്ദരാബാദിൽ. അവിടെ ചേർന്ന് ഞാൻ ഒരു 5-6 മാസം ഞാൻ അവിടെ കളിച്ച്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ്, ഇത് മിലിറ്ററി ടീമാണ്, കളിയിൽ എന്തെങ്കിലും കുറവ് വന്നു പോയാൽ ഇവർ അതിർത്തിയിലേക്ക് ഞങ്ങളെ കൊണ്ടിട്ട് കളിയുന്നത്. അത് കേട്ടപ്പോൾ പേടിച്ചിട്ട് ഞാൻ എന്താക്കിയെന്ന് അറിയാം, അവിടുന്ന് രാത്രി വെട്ടിയും പിസറെടുത്ത് മെല്ലെ മുങ്ങിയതാണ്. പിന്നെ കളിച്ച ബോംബെ ബ്രൈറ്റ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിനുവേണ്ടി കുറേ കാലം അവിടെ കളിച്ച്. പിന്നെ പറയാൻ ഒരുവിധം കളിക്കാത്ത ക്ലബ്ബുകളൊക്കെ വളരെ കുറവാണ്, എല്ലായിടത്തും കളിക്കും, പക്ഷേ എവിടെയും സ്ഥിരാവില്ല. പക്ഷേ കോട്ടപ്പുറത്ത് കളിച്ചതിന് ശേഷം കോട്ടപ്പുറക്കാർ മുഴുവനും എനിക്ക് തന്നൊരു പേരുണ്ട്, ഒരു ആദരവ്. അത് വലിയ പ്രായമുള്ള ആളും ചെറിയ കൊച്ചു കുട്ടികളിപ്പം വിളിക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഗോളി മമ്മിച്ചാന്നാണ്. ഗോളി മമ്മിച്ചാന്ന് പറഞ്ഞാൽ എന്നെ അറിയപ്പെടുള്ളൂ. അങ്ങനെ ആയിരിക്കും എല്ലാവരെയും ഗോളി മമ്മിച്ച. ഇപ്പോൾ 70ാമത്തെ വയസ്സിൽ ട്രംപിലൊരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു, ചെറിയ ഒരു അരമണിക്കൂർ, 1/4 മണിക്കൂറിൻ്റെ. അതിൽ ആളെ ഗോളി ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് നിർത്തി. നമ്മളിപ്പോഴത്തെ കൗൺസിലർ റാഫിയും പാർട്ടിയൊക്കെ കൂട്ടിയിട്ട് എന്നെ പിടിച്ചവിടെ നിർത്തി. പക്ഷേ 2-3 സേവ് ചെയ്യാൻ കഴിഞ്ഞു. എങ്ങനെ നിനക്കെന്നെ അറിയുന്നില്ല. അങ്ങനെ പത്രത്തിലൊക്കെ എഴുതി 70ാമത്തെ വയസ്സിലും 75ാമത്തെ വയസ്സിലും ഫുട്ബോളിനെ കൈവിടാത്ത നമ്മൾ ഗോൾ കീപ്പർ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. നീണ്ട പ്രവാസകാലത്തിന് നിമിത്തമായ ആദ്യ പ്രണയം നൽകിയ മുറിവുകൾ, പിന്നീട് നടത്തിയ യാത്രകൾ. എൻ്റെ 11ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് നാട് വിടുന്നത്, ബോംബെയിലേക്ക്. അത് കള്ളവണ്ടി കയറിയതാണ്. അന്ന് ബോംബെയിലേക്ക് എത്തണമെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ വേണ്ടി വരും. കാരണം ആർക്കോണം വഴി പോയിട്ടാണ് വണ്ടി ബോംബെയിലേക്ക് എത്തുക. ഈ ടിക്കറ്റ് ഇല്ലാതെ തന്നെ ഞാൻ കയറി TT പിടിച്ച് വഴിയിലിറക്കലും അങ്ങനെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ട് ബോംബെയിലേക്ക് എത്തി. ബോംബെയിലെത്തിയിട്ടൊരു 10 അമ്മാവനൊരു ഹോട്ടലുണ്ട് അവിടെ ബൈക്കലയിൽ. അമ്മാവൻ ഉടനെ എന്ത് ചെയ്ത്, അന്ന് കപ്പലുണ്ടായിരുന്നു മംഗലാപുരത്തേക്ക്, കപ്പലിലാണ് യാത്ര. എനിക്കൊരു ഹാഫ് ട്രൗസറൊക്കെ ഇടിയിച്ച് പാതി ടിക്കറ്റിൽ എന്നെ മംഗലാപുരത്തേക്ക് യാത്ര അയച്ച് ഇങ്ങോട്ട്. ഇവിടെ വന്ന് കുറച്ച് നാൾ നിന്ന്, കുറേ നാളിങ്ങനെ നിന്ന്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഒരു പാവപ്പെട്ട കുട്ടീനെയായിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നത്. അവളെ വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ പോകും, സംസാരിക്കും.
ഈ കുട്ടിക്ക് കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊരു വലിയ പ്രശ്നമായി അവിടെ. നമ്മളെ കുടുംബം യഥാർത്ഥ കുടുംബമല്ലേ, അവർ അവിടെ പോയിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് പിന്നെ ആ കുട്ടീനൊക്കെ കാണാൻ കഴിയാതെ വിധത്തിലാക്കി വെച്ച്. ഞാൻ ആ വഴിക്ക് പോകുന്നതിന് വാതിലടച്ച് കളയും, അല്ലെങ്കിൽ ആ കുട്ടി കാണാൻ കഴിയാതെ. ആ സമയത്ത് മാനസിക വിഷമം കൊണ്ട് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ വെറുതെ സമയം കളഞ്ഞ്. ഒന്നുമില്ല, എൻ്റെ തലയിൽ നല്ലോണം കയറിയൊരു പ്രണയമെന്ന്. ഞാനങ്ങനെ എന്നീട് നിന്നിട്ട് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിയാതെ ആ നിരാശയിലാണ് ഞാൻ നാട് വിട്ട്. വീണ്ടും നാട് വിട്ട് ഒരു 5 വർഷം വരെ ഞാൻ എൻ്റെ യാതൊരു വിവരവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ത്യൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിൽ, പല ഗ്രാമങ്ങളിലും, ഞാൻ സഞ്ചരിക്കാത്ത ഗ്രാമങ്ങളില്ല, പട്ടണങ്ങളുമില്ല. അങ്ങനെ എൻ്റെ ഒരു മൂത്തമാൻ്റെ മകൻ എനിക്കൊരു പാസ്പോർട്ട് അയച്ചു തന്നിട്ട് അങ്ങനെ ഞാൻ എന്താക്കി, അതിൽ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് അബുദാബിയിലേക്ക് പോന്നു. അബുദാബി പോയി. പിന്നെ അവിടുന്ന് ബാപ്പാക്ക് ആശ്ചര്യപ്പേറിങ്ങായിരുന്നു, അറിയായിരുന്നു. അപ്പോൾ ബാപ്പ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ കണ്ടും കേട്ടൊക്കെ കുറേശ്ശെ ടച്ച് പൊളിച്ചിട്ടൊക്കെ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയാൽ അതിനൊരു ചാൻസ് കിട്ടി എനിക്ക് അവിടെ വാച്ച് റിപ്പയറിങ്ങിൻ്റെ. അങ്ങനെ വാച്ച് റിപ്പയർ ചെയ്തുകൊണ്ട് അവിടെ കൂടി കുറച്ച് നാൾ. അങ്ങനെ വാച്ച് റിപ്പയറൊക്കെ ചെയ്തൊക്കെ പിന്നെ നല്ല പൈസ വരാൻ തുടങ്ങി. പിന്നെ ഒരു ഹോട്ടൽ നടത്താൻ കൊടുക്കുന്ന പറഞ്ഞാൽ അതെടുത്ത് അങ്ങനെയായി. പിന്നെ കുറേ കൂടി പച്ച പിടിച്ചു അവിടുന്ന്. കുറച്ച് പച്ച പിടിച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്ക് അഹങ്കാരം കൂടി. ഞാൻ കടയിലൊന്നും പോകാണ്ട് നോക്കാണ്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ചുറ്റി നടക്കാൻ തുടങ്ങി. ലാസ്റ്റെല്ലാം പൊളിഞ്ഞ് കച്ചവടമെല്ലാം പൊട്ടിയൊന്നുമില്ലാതെ പെരുവൈക്കായി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അവിടുന്ന് മാറിയിട്ടാണ് ഷാർജയിലേക്ക് പോകുന്നത്. ഷാർജയിൽ ഞാൻ പോയിട്ട് നോക്കുമ്പോൾ എൻ്റെ അയൽക്കാരനാണ് സുറാബ്. ഇവിടെ അടുത്ത വീട്, എൻ്റെ തൊട്ടടുത്ത് തന്നെ വീടാണ്. ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ സുറാബിനെ ആദ്യം, എൻ്റെ അയൽക്കാരനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ ഷാർജയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഷാർജ അവിടെ ഫെയറിൽ ഒരു ചിത്ര പ്രദർശനമൊക്കെ മറ്റാരതോ വെച്ചപ്പോൾ അതൊക്കെ പോയി കണ്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ സുറാബ് ആദ്യമായിട്ട് 10 കവിതകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട് പരിപാടിയിട്ട്. അന്ന് പ്രിൻ്റ് ചെയ്യാനൊന്നും പൈസ ഇല്ല. എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഒരു കമ്പനിയിലെല്ലാം ജോലി ചെയ്യുന്നവരൊക്കെ കുറേ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഒരു പുസ്തകമാക്കിയത്. ഫോട്ടോസ്റ്റാറ്റ് കൊണ്ട് അതിന് കുറേ ചിത്രം വരക്കണമെന്ന് എന്നോട് സുറാബ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഈ 10 കവിതകൾക്ക് നീ ചിത്രം വരക്കണം അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ മറ്റാളുണ്ട്, പേടി. എങ്കിലും സാരമില്ല, എന്തെങ്ങാട്ട് ശിക്ഷ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കവിതാ സമാഹാരത്തിന് ഞാൻ 10 കവിതാ സമാഹാരത്തിന് ഞാൻ ചിത്രം വരച്ചു. അത് ഒരുവിധ ആൾക്കാരെല്ലാം വളരെ ഇഷ്ടപ്പെട്ട്. അവിടെ നിന്നാണ് മെല്ലെ, എന്നാലും പേടിയുണ്ട്, വരൻ്റെ പിന്നെയും തുടങ്ങിയത്. അവിടെ കുറേ നാൾ നിന്നിട്ടൊന്നും ശരിയാവാതെ കൊണ്ട് ഞാൻ എന്തായി, കുവൈത്തിലേക്ക് അവിടെ നിന്ന് മാറി. കുവൈത്തിൽ പോയപ്പോൾ അത് വേറെ തന്നെ ഒരു അവിടെ വേറെ തന്നെയാണ്. നമ്മളെ ദുബൈയിലുള്ള അറബികളെ മാതിരിയല്ല കുവൈത്തിലെല്ലാം ഭയങ്കര അഹങ്കാരികളാണ്, ആണും പെണ്ണും എല്ലാം. അപ്പോൾ കുവൈത്തിലെത്തിയപ്പോൾ കുവൈത്തിൽ നിന്ന് എന്താണെന്ന് വെച്ചെങ്കിൽ ജോലി റൂം, വേറെ ഒരു ഇതുമില്ല, ഒരു പരിപാടി, വായനയില്ല, കൂട്ടുകാരില്ല, ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്, സമയം പോകുന്നില്ല. എനിക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാനും കഴിയുന്നില്ലല്ലോ. ഞാനെന്താക്കി, മെല്ലെ 2-3 ചിത്രങ്ങൾ വരച്ച അവിടുന്ന് ഈ ഒഴിവ് സമയത്ത്. അതൊക്കെ കൂട്ടുകാർക്ക് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ഇങ്ങനെ കഴിവുണ്ടായിട്ട് നീ എന്തൊന്നും ചെയ്യാത്ത അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. അവിടെ ഒരു മലയാളി കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവർ മാസത്തിലൊരു പ്രാവശ്യം കവിതകൾ, കഥകൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദി കിട്ടിയത്. അപ്പോൾ എല്ലാ ഇതിലും ഞാനവിടെ പോകും, അവരായിട്ട് സംസാരിക്കും. അവരെ ചെറിയൊരു മിനി പുസ്തകം ഇറക്കും അവർ, 2 പേജിൽ. അതിന് ചെറിയ കവിതകൾ, ഇത് ചിത്രങ്ങളെല്ലാം ഞാൻ കൊടുക്കും. അതിങ്ങനെ പോയപ്പോഴാണ് പയ്യന്നൂരിൻ്റെ, ഞാൻ പറഞ്ഞ അവിടുത്തെ അവരെ കൂട്ടായ്മയിൽ ഒരു വലിയ ഫംഗ്ഷൻ വന്നപ്പോൾ എൻ്റെ ചിത്രപ്രദർശനം നടത്തണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന്
ഒരു ചിത്ര പ്രദർശനം ഞാൻ നടത്തിയത് ആദ്യമായിട്ട്. അതിൽ നിന്ന് എനിക്ക് വളരെയധികം പ്രചോദനം കിട്ടി. അങ്ങനെയാണ് വര വീണ്ടും ഞാൻ തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ ചിത്രകലയിലേക്ക് വീണ്ടും ഏറംപുറം സജീവമാവുകയാണ്. പോർട്രേറ്റ് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നിരവധി ചിത്രകലാ പ്രദർശനങ്ങൾ നടത്തിയ ആ ഓർമ്മകൾ. ഒപ്പം മലയാളികൾ കലാകാരന്മാരെ, പ്രത്യേകിച്ച് ചിത്രകലാകാരന്മാരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു പരിഭവം കൂടി ഈ കലാകാരനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോർട്രേറ്റ് വരച്ചത് ശുനി ഗോസ്വാമി എന്ന് പറഞ്ഞൊരു ഫുട്ബോളർ ഉണ്ടായിരുന്നു, കൽക്കത്തൻ്റെ ഒളിമ്പ്യനാണ്. അയാളെ ചിത്രങ്ങൾ വരച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കൂട്ടുകാരുടെ ഇടയിൽ കൊണ്ടുപോയപ്പോൾ അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട്, ഇത് ശുനി ഗോസ്വാമിനെ പോലെ തന്നെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഞാൻ നിരക്കപ്പിറക്കെ പോർട്രേറ്റ് വരക്കാൻ തുടങ്ങി. അതിൽ എന്നെ ഏറ്റവും അധികം എനിക്കിഷ്ടപ്പെട്ടത് നായനാർ ചിത്രമാണ്. നായനാർ ചിത്രം ഞാൻ വരച്ചിട്ട് ഇവിടെ കടിഞ്ഞുമൂല പാർട്ടി ഓഫീസിലേക്ക് ദാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ EMS, അച്യുതാനന്ദൻ, ഗൗരിയമ്മ, AKG, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരായിട്ട് പോർട്രേറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. പോർട്രേറ്റ് പിന്നെ കുറേ ജീവിച്ചിരിക്കുന്ന ആളും മരിച്ച ആളെയൊക്കെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് വരച്ചു തരാൻ വേണ്ടി പറയും. അങ്ങനെ ഞാൻ വരച്ചു കൊടുക്കും. അതിനെന്തെങ്കിലും കാശ് കിട്ടും. അതിനെ കൊണ്ടാണ് നീ കഞ്ഞി കുടിക്കൽ. ചെറുപ്പത്തിലേ കഞ്ഞി കുടിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർട്രേറ്റ് എന്ന് പറയുന്നത് നായനാർ തന്നെയായിരുന്നു. നായനാർ കഴിഞ്ഞാൽ പിന്നെ EMSൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആയിട്ടുള്ളൊരു ചിത്രമുണ്ട്, അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ EMS മന്ദിരത്തിൽ എൻ്റെ ഒരു ചിത്രമുണ്ട്, ഇവിടെ ഞാൻ വരച്ച EMSൻ്റെ തന്നെ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട്. പക്ഷേ ഇതിനൊന്നും എനിക്ക് ഒരു 10 പൈസ ഇവിടെ നിന്ന് കിട്ടില്ല. ഇങ്ങനെ വരച്ച എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരക്കാൻ കൊടുക്കുക എന്നല്ലാതെ ഉണ്ട്. കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ആരെങ്കിലും മരിച്ച അമ്മൻ്റെ അച്ഛൻ്റെ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ ഈ സ്വതവേ മലയാളികൾ കോടിക്കണക്കിന് ഉറുപ്പിക ചിലവാക്കിയിട്ട് വീടുകൾ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കും ഒരുപാട്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, അങ്ങനെ ഇങ്ങോളം കേരളത്തിൽ എത്ര വലിയ വീടുണ്ടായാലും ഒരു ചിത്രങ്ങൾ എവിടെയും കാണൂല. ഞങ്ങൾക്ക് എവിടെയും ചിത്രങ്ങൾ വെക്കുന്ന പരിപാടിയേ ഇല്ല. ഞാൻ ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ഒക്കെ കാണുന്നത് എന്താ വെച്ചാൽ, ജോപ്പടപ്പെട്ടിയാണെങ്കിൽ ചെറിയ ചെറ്റ വീടായെന്നുണ്ടെങ്കിലും അവിടെയും ഒരു ചിത്രങ്ങൾ എന്തായാലും ഇല്ലാതിരിക്കില്ല. 1-2 ചിത്രങ്ങൾ അങ്ങനെ വരച്ച ചിത്രങ്ങളുണ്ടാവും. ഈ ഒരു ചിത്രകാരൻ വരച്ചാൽ അവനിക്ക് ജീവിക്കണം, എന്തെങ്കിലും ചെയ്യണം, ഇതിനെ കൊണ്ട് വേണം കളർ വാങ്ങാനോ പെൻസിൽ വാങ്ങാനോ ക്യാൻവാസ് വാങ്ങാനോ അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും വെറുതെ കിട്ടണം. നിങ്ങൾക്ക് എന്തപ്പോൾ ഒരു ചിത്രം വരക്കാന്ന് പറഞ്ഞാൽ എന്തെന്ന് അതിങ്ങനെ ആക്കിയാൽ പോരെന്ന്. പക്ഷെ അതങ്ങനെ ആക്കണമെങ്കിൽ എത്ര കാലം പ്രയത്നിച്ചിട്ടായിരിക്കും ഒരു കലാകാരൻ അങ്ങനെ ഒരു നേർവരെയെങ്കിലും വരക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവുക. അതൊന്നും ചിന്തിക്കുന്നില്ല. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകലാ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏറംപുറം പറയും ചാർക്കോളിൽ ചിരട്ടക്കരിയിൽ വരയ്ക്കാനാണ് ഇഷ്ടമെന്ന്. ചെറുപ്പം മുതലേ തുടങ്ങിയ ആ ശീലം, ആ ഇഷ്ടം ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. ചാർക്കോളിൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴുള്ള സാധ്യതകളും വെല്ലുവിളികളും ഏറംപുറത്തിന് പറയാനുണ്ട്. ഒപ്പം മറ്റ് പല സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടും തൻ്റെ ചിത്രകലാ വൈഭവം അദ്ദേഹം പ്രദർശിപ്പിക്കാം. ഞാൻ ആദ്യം കരി കൊണ്ടായിരുന്നു ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് പെൻസിൽ വാങ്ങാനോ
പേപ്പർ വാങ്ങാനൊന്നും കാശില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആരും തരൂല, പ്രത്യേകിച്ച് ചിത്രം വരക്കാമെന്ന് പറഞ്ഞാൽ തീരെ തരൂല. അതങ്ങനെ അങ്ങനെയില്ല. ഇതിൽ ഈ കരി കൊണ്ട് വരച്ച് അവസാനം എനിക്ക് ഈ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ഈ കരി ഉണ്ടല്ലോ, ഈ ചിരട്ടക്കരിയാണ് ചാർക്കോൾ. വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കുന്നൊരു പൗഡറാണ്. ആ പൗഡറിൽ ഞാൻ ചിത്രം വരച്ച് തുടങ്ങി വരക്കാൻ. അത് ഒരുവിധം എനിക്ക് ഇങ്ങനെ വരച്ച് അതങ്ങ് വഴങ്ങി വന്ന്. മുമ്പ് രാജാക്കന്മാരൊക്കെ പോർട്രേറ്റ് വരച്ചിരുന്നത് ഈ ചാർക്കോളിലാണ്. അതൊരിക്കലും കളറ് ഫേഡാവുന്നില്ല. ആ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും നിൽക്കുന്നുണ്ട് സുഖമായിട്ട്. ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മാധ്യമമാണ് ഈ ചിരട്ടക്കരി. അത് ഉപയോഗിക്കാൻ കുറേയധികം പ്രയാസങ്ങളുണ്ട്. അത് ഒരു പേപ്പറിൽ പൊടിയിട്ടിട്ട് ഇതുമാതിരിയുള്ള സ്റ്റമ്പ് കൊണ്ടാണ് മെല്ലെ ലയിപ്പിച്ച് വരച്ചെടുക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട് അതിന് വരച്ചെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയൊന്നും അങ്ങനെ കൂടുതൽ ഈ ചാർക്കോളിൽ വരക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞു പോയി ഇപ്പോൾ. കാരണം അതിന് കുറേയധികം പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ അവർ ഇപ്പോൾ കളറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് മുക്കിയിട്ട് വരച്ചാൽ പ്രശ്നങ്ങൾ തീരും. പിന്നെ ഞാൻ വാട്ടർ കളറിലും അക്രിലിക് അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കലുണ്ട് വരയ്ക്കാൻ. അതൊരു മൂഡ് പോലെ ഇരിക്കും. അങ്ങനെ ധാരാളം ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചിത്ര പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. ആർക്കും വിസ്മയം തോന്നിപ്പിക്കുന്ന തൻ്റെ ഈ ചിത്രകലാ സബരിയയിൽ ഏറംപുറം ഇതിനോടകം 700-ലധികം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. പക്ഷേ തൻ്റെ പല നല്ല ചിത്രങ്ങളും തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് ഒരു പരിഭവം ഇദ്ദേഹത്തിനുണ്ട്. കാരണം അതൊക്കെ സൂക്ഷിക്കാനുള്ള ഇടമില്ല എന്നത് തന്നെ. വരക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ചിത്രങ്ങൾ സൂക്ഷിക്കാനെന്നാണ് ഏറംപുറത്തിന് പറയാനുള്ളത്. ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം കുറേയധികം ചിത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കാരണം അത് സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട്. കാരണം എൻ്റെ ചുറ്റുപാട് അങ്ങനെയാണ്. അതുകൊണ്ട് കുറേ ചെതൽ തിന്നുപോയി. അതോടൊപ്പം കുറേയധികം 100 പുസ്തകങ്ങളും പോയി, ചെതലരിച്ചു പോയി. കാരണം നമ്മളെ ആരും പരിഗണന, ഈ കലാകാരന്മാരെ പരിഗണിക്കുന്ന ആരുമില്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വേറെ. കാരണം ഇതെല്ലാം സംരക്ഷിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിന് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളൊക്കെ വേണം, സൗകര്യമുള്ള റൂം വേണം. അതൊന്നുമില്ലാതെ നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് കണ്ടമാനം ചെതൽ നിന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത് അർഹതപ്പെട്ട ആരും നമ്മളെ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. കലാകാരൻ പറഞ്ഞതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണത്. ഒരു ചിത്രം വരക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇവരൊക്കെ വിചാരിക്കുന്നു ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അത് വരച്ച് നോക്കുമ്പോഴേ അതിൻ്റെ സംഗതി മനസ്സിലാവുള്ളൂ എന്താണെന്ന്. എല്ലാവർക്കും വെറുതെ ചിത്രങ്ങൾ കിട്ടണം, എല്ലാവർക്കും വെറുതെ വരക്കണം. എല്ലാവരും പറയും എന്നെ ഒന്ന് വരച്ചുകൂടെ എന്ന് ചോദിക്കും. വരക്കാം, എല്ലാവരെയും വരക്കണം എന്ന് തന്നെ എനിക്ക് ആഗ്രഹം. നമ്മളെ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും വരക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കുറേ ചിലവും അതും ഇതൊക്കെ ഉണ്ട്. വേറെ ജോലിയില്ല എനിക്ക്. വേറെ ഗവൺമെൻറ്റിലോ അവിടെ ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ സാരമില്ല, കഴിഞ്ഞ് വന്നിട്ട് വരക്കാമെന്ന് പറയാം. ഇത് മുഴുവൻ ഒരു കലാകാരൻ തന്നെ ആയിട്ട് ജീവിക്കണമെങ്കിൽ കല മാത്രമേ ഉള്ളൂ. നമുക്ക് കാറില്ല, അതുകൊണ്ട് കലാകാരനല്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുകയോ പുരസ്കാര നിറവിലെത്തുകയോ ഒന്നും ചെയ്യാതെ പോയ ഒരു കലാകാരനാണ് ഏറംപുറം മുഹമ്മദ്. കേരള ചിത്രകലാ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തെ കണ്ടിൽ നിന്ന് നടിക്കുന്നു. നാട്ടിലെ ചെറിയ ചെറിയ ക്ലബ്ബുകളുടെയും മറ്റ് ചില സാംസ്കാരിക സമിതികളുടെയും പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ തന്നെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്ന പരിഭവം ഏറംപുറത്തിനുണ്ട്.
കാലമത്രയായിട്ടും കാര്യമായ ഒരു അംഗീകാരം എന്നെ സംബന്ധിച്ചോളം കിട്ടിയിട്ടില്ല. ചെറുതും വലുതുമായിട്ട് ഒരുപാട് കലാ സാംസ്കാരിക വേദി ഇവരൊക്കെ തന്നിട്ടുണ്ട് പലതും. പക്ഷേ അംഗീകാരം എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ആൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യും, അതാക്കും ഇതാക്കും. പക്ഷേ ആരും പിന്നീട് ഒരിക്കലും അവരാരും ഞാൻ കണ്ടുകിട്ടിയിട്ടേ ഇല്ല. അങ്ങനെയാണ്. പിന്നെ കുറേ അംഗീകാരങ്ങൾ കിട്ടിയ അതാ ചെറിയ മൂമെൻറ്റോ ഷാള് അതൊക്കെ കിട്ടും. അതുതന്നെ ഒരു പ്രാവശ്യം മൂമെൻ്റായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അന്ന് ഭാര്യയും കുട്ടികൾക്കുള്ള സമയത്ത് ഞാൻ ഈ ബൊക്കയും ഷാളും ഒരു മൂമെൻറ്റവും കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്തിൽ മെനക്കെട്ടിട്ടല്ല പോയിന്. അത് കുറച്ച് പൈസ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയായിട്ട് ഇങ്ങനെയായിരുന്നു ഭാര്യൻ്റെ അഭിപ്രായമായിരുന്നു. അപ്പം മകള് പറഞ്ഞ് പൈസ കിട്ടിയില്ല എന്തൊക്കെയുള്ളൂ. അപ്പോൾ ഈ മൂമെൻറ്റും ഇതൊക്കെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ കിടക്കുമല്ലോ എന്ന് അങ്ങനെ കൊണ്ടുവച്ച കുറേ മൂമെൻറ്റുകളൊക്കെ ഇവിടെ കാണും എൻ്റെ അലമുറയിലവിടെ. അതും കുറേയൊക്കെ ചതലച്ചിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് അവിടെ ഉണ്ട്. ചിത്രകല ശാസ്ത്രീയമായി അഭ്യസിക്കാതെ വരകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഏറമ്പുറം മുഹമ്മദ് എന്ന ചിത്രകാരൻ്റെ ചിത്രകലാ വിശേഷങ്ങളുടെ ലോകമാണ് നേർക്കാഴ്ച ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നേർക്കാഴ്ചയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വേറിട്ട കാഴ്ചയുമായി വിസ്മയ വ്യക്തിത്വത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.